ഇന്ന് വീട്ടിൽ ചെമ്മീൻ കൊണ്ടുവന്നു. അപ്പോൾ ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വാപ്പൻ്റെ അടുത്ത് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞു. നിൽക്കി ഇതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് എൻ്റെ വാപ്പാൻ കേട്ടോ. മൂപ്പരൊരു സൈഡിൽ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരും, ഇനി അത് ചെയ്യും, ഇനി ഇത് ചെയ്യും. ഞാൻ അതുപോലെ ചെയ്യണമെന്നുള്ളൂ. എന്തായാലും സംഭവം പഠിച്ചു. അപ്പോൾ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി നല്ലോണം ചതച്ചത് കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഉള്ളി വഴറ്റിയതിന് ശേഷം കേട്ടോ ഓയിലൊരു 4 സ്പൂണെങ്കിലും നിങ്ങൾ എടുക്കണേ. നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കാൻ നേരത്തിൻ്റെ ഒപ്പം വന്നിട്ടാണ് ഇളക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, എന്നിട്ട് 1 സ്പൂൺ മുളക് പൊടി ഇടണം. അതിലേക്ക് നമുക്ക് 4 കുരുമുളക് ഇടണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. കൂടുതൽ മസാല ഒന്നും ഇട്ടിട്ട് കറി ഇങ്ങോട്ട് കൊളാക്കരുത്. അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കഴുകി വെച്ച ചെമ്മീൻ കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി. ഇത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഇങ്ങോട്ട് വേവിച്ചെടുക്കണം. ഇനി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, കാരണം അടി പിടിക്കില്ല. എന്നിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞു ഗ്യാസ് ഓഫ് ആക്കുന്നതിൻ്റെ മുന്നേ ആവശ്യത്തിനുള്ള കരിവേപ്പില, കുറച്ച് പച്ചവെളിച്ചെണ്ണ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇങ്ങോട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ബൈ.